കേസുകളിൽ പ്രതിയായ അർജുൻ ആയങ്കിക്കെതിരെ കാപ്പ ചുമത്തും. ഇതിനുള്ള നടപടികൾ പോലീസിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചു. ഈ ആഴ്ചയ്ക്കുള്ളിൽ കേസ് ഹിസ്റ്ററി റിപ്പോർട്ട് ജില്ലാ കളക്ടർക്ക് സമർപ്പിക്കാനാണ് പോലീസിന്റെ തീരുമാനം. അതിനിടെ അർജുൻ ആയങ്കിക്കായി സൈബർ പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകി. അർജുൻ ആയങ്കിക്കെതിരെ കാപ്പ ചുമത്താൻ കണ്ണൂർ ജില്ലാ പോലീസ് മേധാവി മുഖേനയാണ് റിപ്പോർട്ട് നൽകുക. കാപ്പ ചുമത്തണമോ എന്നതിൽ ജില്ലാ കളക്ടറാണ് അന്തിമ തീരുമാനമെടുക്കുക. അർജുൻ ആയങ്കിയുടെ സ്റ്റേഷനായ വളപട്ടണം പോലീസ് സ്റ്റേഷനിലെ SHO ആണ് കേസ് ഹിസ്റ്ററി റിപ്പോർട്ട് തയ്യാറാക്കേണ്ടത്. ഇത് കമ്മീഷണർ വഴിയാണ് കളക്ടറേറ്റിലേക്ക് എത്തുക. അർജുൻ ആയങ്കിയുടെ കേസ് പ്രത്യേകമായി പരിഗണിച്ച് ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാനാണ് പോലീസിന്റെ ശ്രമം. അതിനിടെ അർജുൻ ആയങ്കി 5-ാം തീയതി ബുധനാഴ്ച കണ്ണൂരിലെത്തിയെന്ന വിവരവും പുറത്തുവന്നു. സുഹൃത്തുക്കൾക്കൊപ്പം കാറിൽ ജില്ലയിൽ പല സ്ഥലങ്ങളിലൂടെ സഞ്ചരിച്ചു. സുഹൃത്ത് പ്രണവ്, ബന്ധു, കുട്ടൻ എന്നിവർക്കൊപ്പമായിരുന്നു യാത്ര. 4 ദിവസത്തോളം ജില്ലയിൽ കറങ്ങിയിട്ടും പിടികൂടാൻ വൈകിയത് വീഴ്ചയാണെന്ന വിമർശനവും ഉയരുന്നുണ്ട്. അതിനിടെ ആയങ്കിയെ കസ്റ്റഡിയിൽ വാങ്ങാൻ സൈബർ പോലീസ് അപേക്ഷ നൽകി. തലശ്ശേരി CGM കോടതിയിലാണ് അപേക്ഷ നൽകിയത്. മൊബൈൽ ഫോൺ കണ്ടെത്താൻ ആയങ്കിയെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യണമെന്നാണ് അപേക്ഷയിൽ പറയുന്നത്. ജനം, കണ്ണൂർ.